ഹലോ പാറുക്കുട്ടി ആൻഡ് ഫാമിലി യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇത് ഞങ്ങൾ കഴിഞ്ഞ ദിവസം ലുലു മാളിൽ പോയിട്ട് എടുത്ത കുറച്ച് വീഡിയോസാണ്. ഞങ്ങളിവിടുന്ന് എറണാകുളം തൃപ്പൂണിത്തുറയിൽ നിന്ന് എസ് എൻ ജംഗ്ഷനിൽ നിന്ന് മെട്രോ കയറി എടപ്പള്ളി പോയിട്ട് അവിടെ നിന്നാണ് ലുലു മാളിലോട്ട് പോയിരിക്കുന്നത് കേട്ടോ. അതായത് ഇവിടുന്ന് എസ് എൻ ജംഗ്ഷനിൽ മെട്രോ കയറി കഴിഞ്ഞാൽ നമുക്ക് ഡയറക്റ്റ് ലുലു മാളിൻ്റെ എൻട്രൻസിൽ അവിടെ പോയി തന്നെ ഇറങ്ങാം കേട്ടോ. അങ്ങനെ ഞങ്ങളിവിടുന്ന് മെട്രോ കയറി ഒരു 15 മിനിറ്റ് കൊണ്ട് നമുക്ക് അവിടെ എത്താൻ പറ്റും. പക്ഷേ ആദ്യമൊക്കെ ആയിരുന്നെങ്കിൽ 15 മിനിറ്റ് ഒന്നും നടക്കില്ല. ആദ്യമൊക്കെ 2 മണിക്കൂർ കണക്കാണ് നമുക്ക് ഇവിടെ നിന്ന് എത്തുമ്പോഴേക്കും. നമുക്ക് ഇവിടുത്തെ റോഡിലെ ട്രാഫിക് അത് കഴിഞ്ഞ് പിന്നെ അവിടെ എത്തിയിട്ട് നമ്മൾ പാർക്കിങ്ങിന് വേറെ ക്യൂ നിൽക്കണം. അവിടെ നിന്നും കുറേ നമ്മൾ ട്രാഫിക്കിൽ നിൽക്കും. അങ്ങനെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ആദ്യമൊക്കെ പോകാൻ. ഇപ്പോൾ മെട്രോ വന്നതിന് ശേഷം ഭയങ്കര എളുപ്പമായിട്ട് പോയി വരാം ലുലു മാളിൽ. അങ്ങനെ അവിടുത്തെ ആ എൻട്രൻസിലൂടെ അവിടേക്ക് മാളിലേക്കുള്ള എൻട്രൻസ് ആണ് കാണുന്നത് കേട്ടോ. അങ്ങനെ അതുവഴി നമുക്ക് കയറി മാളിലോട്ട് കയറി പോവാം. അങ്ങനെ ഞങ്ങൾ നേരെ കയറി മാളിൽ നിന്ന് നേരെ മേളിലോട്ടാണ് പോയത്. മേലെ എന്ന് പറഞ്ഞാൽ ഇവരുടെ ഫുഡ് കോർട്ടാണ് വരുന്നത്. അവിടെ പല ടൈപ്പ് ഫുഡുകൾ കേട്ടോ, എല്ലാ ടൈപ്പ് ഫുഡുകൾ എടുക്കും. ചായ, പഴംപൊരി, ഫ്രൈഡ് റൈസ്, അങ്ങനത്തെ പല ടൈപ്പ് ഫുഡ് ഉണ്ട് അവിടെ. അപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് ചായയൊക്കെ കുടിച്ച് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് അവിടെ ഇരുന്നിട്ട് കുറച്ച് സംസാരിച്ച് അങ്ങനെ ഞങ്ങൾ പതിയെ താഴോട്ടിറങ്ങിയപ്പം താഴെ എന്ന് പറഞ്ഞാൽ നല്ല ബ്രാൻഡഡ് ആയിട്ടുള്ള കമ്പനികളുടെ ഷോറൂമുകളാണ് താഴെ മൊത്തം ഉള്ളത്. ഡ്രസ്സിൻ്റെത്, പിന്നെ ജ്വല്ലറി, പിന്നെ ചെരുപ്പ്, ബാഗ്, അങ്ങനെ പല ടൈപ്പ് കമ്പനികളുണ്ട്. ഈ കുറേ പേരുകളൊന്നും എനിക്കറിയില്ല കേട്ടോ കമ്പനികളുടെ ഒന്നും. അങ്ങനെ ബ്രാൻഡഡ് ആയിട്ടുള്ള കമ്പനികളുടെ. അങ്ങനെ അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ നേരെ പോയേക്കുന്നത് ലുലു കണക്ട് എന്ന് പറഞ്ഞ അവരുടെ തന്നെ വലിയ ഷോറൂമുണ്ട്, ലുലുവിൻ്റെ തന്നെ ഷോറൂം. അതിൻ്റെ ഉള്ളിൽ എന്ന് പറഞ്ഞാൽ എല്ലാ പ്രോഡക്റ്റും ഉണ്ടാവും. നമുക്ക് കുട്ടികളുടെ ടോയ്സ്, കുട്ടികളുടെ ഡ്രസ്സ്, പിന്നെ ഈ ബെഡ്ഷീറ്റ്, പില്ലോസ്, അവിടെ എന്തൊക്കെയോ ഓഫറുകളും നടക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഈ ജ്വല്ലറീസ് ഐറ്റംസ്, പിന്നെ ഈ മറ്റേ ഈ ഫാൻസി ഐറ്റംസ് ഒക്കെ അത്, അങ്ങനെ പിന്നെ ന്യൂ ബോൺ ബേബീസിൻ്റെ ഒക്കെ ഡ്രസ്സിൻ്റെ ഒത്തിരി കളക്ഷൻസ് ഉണ്ട് കേട്ടോ. അങ്ങനെ അവിടെ അതൊക്കെ ഞങ്ങൾ ജസ്റ്റ് നോക്കി, ഞങ്ങളൊന്നും മേടിച്ചൊന്നുമില്ല, ജസ്റ്റ് ഒന്ന് അവിടേക്ക് ഒന്ന് കറങ്ങി നോക്കി. ഇങ്ങനെ അവിടെ നിന്ന് ഇറങ്ങി പിന്നെ താഴേക്ക് നേരെ പോയത് ഹൈപ്പർ മാർക്കറ്റിലേക്കാണ്. ഹൈപ്പർ മാർക്കറ്റിൽ ഞങ്ങൾക്ക് കുറച്ച് സാധനം പർച്ചേസ് ചെയ്യേണ്ടായിരുന്നു. സോപ്പ് അങ്ങനത്തെ അല്ലേ, ചെറിയ കുറച്ച് ഐറ്റംസ്. അങ്ങനെ അവിടുന്ന് അതൊക്കെ ഞങ്ങൾ പർച്ചേസ് ചെയ്ത് അത് കഴിഞ്ഞ് പിന്നെ നേരെ വെജിറ്റബിൾ സെക്ഷനിലേക്കാണ് പോയത്. വെജിറ്റബിൾ സെക്ഷനിൽ ഇത് ക്യാപ്സിക്കത്തിൻ്റെ 3-4 കളേഴ്സ് ഉണ്ട് ക്യാപ്സിക്കം. പിന്നെ ഈ ഉണ്ടമുളകില്ലേ, ഈ നല്ല ബജിക്ക് യൂസ് ചെയ്യുന്ന മുളക്, അതിൻ്റെ തന്നെ വേറെ സെക്ഷൻ ഉണ്ട്. പിന്നെ ആപ്പിൾ, അങ്ങനെ ഒരുപാട് ഐറ്റം വെജിറ്റബിൾസ് തന്നെ നല്ല രീതിക്ക് അവർ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. നല്ല ഭംഗിയുണ്ട് കാണാൻ. പിന്നെ ഈ ഡേറ്റ്സ് തന്നെ പല ടൈപ്പ് ഡേറ്റ്സ്, പിന്നെ ഡേറ്റ്സ് തന്നെ പാക്കറ്റാക്കി വെച്ചിട്ടുണ്ട്. അത് നമുക്ക് ഏത് വേണമെങ്കിൽ എടുക്കാം. നമുക്ക് മറ്റേ ഡേറ്റ്സ് വേണമെങ്കിൽ നമ്മളെ വെയിറ്റ് അനുസരിച്ച് നമുക്ക് കുറഞ്ഞ വെയിറ്റോ കൂടുതൽ വെയിറ്റ് അങ്ങനെ ഇങ്ങനെ വേണമെങ്കിൽ നമുക്ക് എടുക്കാം അവിടെ നിന്ന് പർച്ചേസ് ചെയ്യുന്ന സാധനം. അത് കഴിഞ്ഞ് പിന്നെ എനിക്ക് കുറച്ച് തക്കാളി മേടിക്കേണ്ടിയിരുന്നു. ഞാൻ അവിടെ പോകുമ്പോൾ സ്ഥിരമായിട്ട് മേടിക്കുന്ന സാധനമാണ് ഈ തക്കാളി. നല്ല പുളിയുള്ള തക്കാളിയില്ലേ, അത് അവിടെ എപ്പോഴും ഉണ്ടാവാറുണ്ട്. അപ്പോൾ അത് അവിടുന്ന് ഞാൻ കുറച്ച് മേടിച്ച്, പിന്നെ കുറച്ച് സവാള എടുക്കാണ്ടിരുന്നു, സവാള മേടിച്ച്. പിന്നെ ഞങ്ങൾ സ്ഥിരമായിട്ട് മേടിക്കുന്ന ഒരു സാധനമാണ് ജാം, കിവി, സ്ട്രോബെറി, പിന്നെ അങ്ങനെ ഏതൊക്കെയോ പല ടൈപ്പ് വെറൈറ്റി, പേരറിയാത്ത ഒത്തിരി ഉണ്ട് കേട്ടോ. അങ്ങനെ രണ്ട് ടൈപ്പ് ജാം എടുത്ത്, പിന്നെ എന്ന് പറഞ്ഞാൽ അവരുടെ ഒരുപാട് മസാലയോ പിന്നെ പൊടികൾ എന്തൊക്കെയോ ഒക്കെ ഉണ്ട് കേട്ടോ അവിടെ. അത് കഴിഞ്ഞ് ഞങ്ങൾ സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്ത് കഴിഞ്ഞ് ബില്ലിങ്ങൊക്കെ ചെയ്ത് പതിയെ പുറത്തേക്ക് ഇറങ്ങി പിന്നെ തിരിച്ച് വീട്ടിലേക്ക് തന്നെ മെട്രോ കയറി. ഇതാണ് എടപ്പള്ളി പള്ളി കേട്ടോ. എടപ്പള്ളി ഫേമസ് പള്ളിയാണ്. അങ്ങനെ അവിടുന്ന് ഞങ്ങൾ പതിയെ പോന്നു തിരിച്ച് വീട്ടിലെത്തി കേട്ടോ. അങ്ങനെ വീഡിയോസ് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക.